ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ക്രിസ്മസിന് ഉച്ചയ്ക്ക് എല്ലാവരും ഇലയിലാണ് കേട്ടോ ചോറുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പോർക്ക്, ബീഫ്, മീൻ, അതൊക്കെ. അങ്ങനെ ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണിത്. അപ്പോൾ ഉച്ചത്തെ ഊണ് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വിശ്രമിച്ച്, കാരണം പാതിര കുർബാനയ്ക്കൊക്കെ പോയതല്ലേ. അപ്പോൾ ഉച്ചത്തെ ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ കിടന്നിട്ട് ഒരു 5:30 ആയപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ എത്തിയപ്പോൾ തന്നെ പുറത്ത് ചേച്ചി അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ ചേച്ചി കുറച്ച് നേരത്തെ വന്നതെന്ന് പറഞ്ഞു. അവളൊരു 4 മണി ആയപ്പോഴാണ് അവളുടെ വീട്ടിൽ ഊണ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് അവിടെ അടിപൊളിയായിട്ട് ക്രിസ്മസ് കൂടൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ അപ്പച്ചവിടെ പുറത്ത് നിൽക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഒരു ഐസ് കേക്ക്, അതായത് ഒരു ക്രീം കേക്കും ഒരു മാർബിൾ കേക്കും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പച്ചന് മാർബിൾ കേക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ മാർബിൾ കേക്കും ഒരു ക്രീം കേക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഇവരോട്, അമ്മയോട് അപ്പച്ചനോടൊക്കെ അത് മുറിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ട് മുറിക്കാട്ട കേക്ക് ക്രിസ്മസിന്. അപ്പോൾ ഞങ്ങൾ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാനും കുറച്ച് അങ്ങോട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞു. ക്രിസ്മസ് അല്ലേ, അവർക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ചേച്ചിയും അതുപോലെ എൻ്റെ മക്കളൊക്കെ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കണുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മക്കളും പറഞ്ഞു അന്ന് ഞങ്ങളും അപ്പാപ്പനും അമ്മമ്മയ്ക്ക് ഞങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോ എടുക്കലും, അതുപോലെ ചേച്ചിയുടെ മോനാണ് കേട്ടോ, രണ്ടാമത്തെ മോൻ. അപ്പോൾ അവനും അങ്ങനെ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കലും വയ്ക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വർത്തമാനങ്ങൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഫോട്ടോ എടുക്കാനൊക്കെ പറയച്ചിലൊക്കെ ഉണ്ട് എൻ്റെ ഇടയിൽ. ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പച്ചനോട് പറയുന്നത് ഫോട്ടോ എടുക്കണം, നേരെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ 4 പേര് നിന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങൾ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കേക്ക് മുറിക്കണം കൊടുക്കണം. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു എന്നാൽ ഞങ്ങളും കൊടുക്കും അപ്പാപ്പനും അമ്മാമ്മയ്ക്കെന്ന് പറഞ്ഞിട്ട് അവരും കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാട്ടോ. അത് കഴിഞ്ഞ് മോൻ വന്നു, മോനും കേക്ക് മുറിച്ച്. അപ്പോൾ അവർ പറയാം തുണ്ടീശ വെച്ചെന്നാൽ മതി, വാന്തരം കൂടുതലല്ലേ എന്ന് പറഞ്ഞിട്ട്, ക്രീമല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു അതും കൂടി മുറിച്ചോ എന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ അവർ അതും മുറിച്ച്. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ക്രീമൊന്നും ഇല്ലല്ലോ, എന്താ സാധാരണ സ്പഞ്ചല്ലേ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ക്രിസ്മസ് കൂട് രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കില്ല, അതൊക്കെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഭക്ഷണം കഴിക്കുക. അപ്പോൾ അമ്മ പോർക്ക്, കോഴി, മീൻ, ബീഫ് മറ്റേ കൂർക്കൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഗോതമ്പ് ദോശയാണ് ജോബിയാണ്ണും ചേച്ചി രണ്ടാമത്തവനും കഴിക്കുന്നത്. ഞാൻ അമ്മ വെച്ച കൂട്ടാനും ചോറൊക്കെ കൂട്ടി നല്ല ടേസ്റ്റാണ്. നമ്മളെന്തോരം വെച്ച് കഴിച്ചാലും വീട്ടിൽ പോയി അമ്മമാർ വെച്ച് തരുന്നത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാല്ലേ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാറായി. അന്ന് രാത്രി ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ആങ്ങളെ വന്നത്. അവന് വണ്ടിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി അവൻ വന്ന് കയറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു നാളെ പോവാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങളില്ല, ഞങ്ങൾക്ക് വീണ്ടും ബാക്കിൽ വർക്ക് നടക്കണമായിരുന്നു. അപ്പോൾ അപ്പച്ചൻ വാതിൻ്റെ സൈഡിൽ നിന്ന് TV കാണണം. അപ്പോൾ ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞപ്പോൾ താറ്റ കാണിക്കുക. അപ്പോൾ ഇന്ന് പോകണ്ടേ, നാളെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴികളിൽ നോക്കുമ്പോഴില്ലേ ഓരോ വീടുകളിലും മാല ബൾബൊക്കെ ഇട്ടത് കാണാൻ എന്തൊരു ഭംഗിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു സ്റ്റാർ ഇട്ടു, അത് കഴിഞ്ഞ് പുൽക്കൂട് കെട്ടി. ഇപ്പം അതല്ല, ഓരോ വീട് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയെന്ന് പറഞ്ഞാൽ പള്ളികൾ തന്നെ കാണുമ്പോൾ കണ്ടില്ല മാല ലൈറ്റുകളിൽ അടിപൊളിയാണ്. ഓരോ പള്ളികളിലും മാല ലൈറ്റ്, വീടുകളിലെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് കാണാം. അപ്പോൾ വരുന്ന വഴിയിൽ ഓരോ വീടുകളിലും പിന്നെ പള്ളികളിൽ, ഇത് അന്നായ്മ പള്ളിയാണ് കേട്ടോ. അന്നായ്മ പള്ളിയിലത്തെ മാല ലൈറ്റ് കണ്ട കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും ഗംഭീരമായിട്ടാണ് ഈ പ്രാവശ്യവും കിട്ടുകയാണ്. നല്ല അടിപൊളിയായിട്ട് മാല ബൾബുകളും നല്ല ഡെക്കറേഷനുകളാണ് കേട്ടോ. ഈ സമയം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു 10 മണിയായി. ഈ സമയത്ത് പോലും ആൾക്കാരുകൾ ക്രിസ്മസ് കൂട് കാണാൻ, പള്ളിയിലത്തെ ക്രിസ്മസ് കൂട് കാണാൻ വേണ്ടി നടക്കുക. കാരണം അത്രയും ഭംഗിയുണ്ട് കാണാൻ. കാരണം ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതും നിറയെ മാല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതൊരു പള്ളി. അപ്പോൾ വരുന്ന വഴിയിലുള്ള പള്ളികളും ചില വീടുകളിലൊക്കെ കാണണം. എന്ത് മനോഹരമായിട്ടാണ് മാല ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചോണം. നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ. അപ്പോൾ ഞാൻ കാണുമ്പോൾ നല്ല ഭംഗി തോന്നിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. കണ്ട
ചെറിയ വീടെന്നോ വലിയ വീടെന്നോ ഒന്നും വ്യത്യാസമില്ല. മാലയിലേച്ച് എല്ലാ വീടുകളിലും ഒരു സ്റ്റാറിന് പകരം 10-12 സ്റ്റാറുകളൊക്കെ ഇട്ടിട്ടാട്ടാ. കണ്ട എന്തൊരു ഭംഗിയെ കാണാം അല്ലേ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എത്തി. ഒരു 10:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങളും എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങൾ, അപ്പച്ചൻ്റെ അമ്മയുടെ അടുത്ത് പോയുള്ള ക്രിസ്മസ് ആഘോഷം, ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.